സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം സ്വന്തം കൈ നഷ്ടപ്പെട്ട ആ 9 വയസ്സുകാരിയുടെ സങ്കടം കേരളം വേദനയോടെയാണ് കേട്ടത്. അമ്മേ, എന്റെ കൈ എവിടെ എന്ന് ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോൾ ആ കുഞ്ഞു ചോദിച്ച ചോദ്യം ഏതൊരു മലയാളിയുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. ഇന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയിരിക്കുന്നത്. ആ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് പ്രകാശം തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും ആധുനികമായ കൃത്രിമ കൈ അദ്ദേഹം ഇന്ന് കൈമാറിയിരിക്കുകയാണ്. എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ വിദഗ്ധരുടെ സഹായത്തോടെ സ്വിച്ച് ഓൺ ചെയ്താൽ കൈകൾ ഉയർത്താനും കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുള്ള കൈയാണ് ആ കുഞ്ഞിന് ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതിനായി അദ്ദേഹത്തെ സഹായിക്കാൻ നിരവധി നല്ല മനുഷ്യർ മുന്നോട്ട് വന്നതുകൊണ്ട് മലയാളികളുടെ നന്മയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കുട്ടി വളരുന്നതനുസരിച്ച് ഈ കൃത്രിമ കൈക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നും ഭാവിയിൽ അതിനുള്ള എല്ലാ ചെലവുകളും താൻ തന്നെ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട്. ഇത് വെറുമൊരു സഹായമല്ല, മറിച്ച് ആ കുഞ്ഞിന്റെ ആത്മവിശ്വാസത്തെയും സ്വപ്നങ്ങളെയും തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു കരുതലാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നടന്ന പിഴവ് പരിഹരിക്കാൻ പ്രതിപക്ഷ നേതാവ് മുന്നിലുണ്ട്. മനസാക്ഷിയുള്ള ഏതൊരു ഭരണകൂടവും ചെയ്യേണ്ട ഈ കടമ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്തത് ഏറ്റവും നല്ല കാര്യമാണ്. രാഷ്ട്രീയ നേതാക്കൾ വെറും പ്രസംഗകർ മാത്രമല്ല, അവർ ജനങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്നവരാകണം എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണിത്. ആ 9 വയസ്സുകാരിയുടെ മുഖത്തെ ആ പുഞ്ചിരി കാണുമ്പോൾ നമ്മളും സന്തോഷിക്കുന്നുണ്ട്. VD സതീശന്റെ ഈ വലിയ മനസ്സിനെ കുറിച്ചുള്ള ആ കാഴ്ചകൾ നമുക്ക് ഒരു വീഡിയോയിലൂടെ കാണാം. വളരെ ഒരു സന്തോഷമാണ്. കാരണം അത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പാലക്കാടൊക്കെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രയും മോഡേൺ ആയിട്ടുള്ള സ്ഥലമില്ല. അങ്ങനെയാണ് എറണാകുളത്ത് നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അത് കാണിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞാനിവിടെ വേറൊരാൾക്ക് കാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പോകുന്നുണ്ട്. നേരത്തെ 2 വർഷം മുമ്പാണ്. ഇവർ വളരെ നല്ല രീതിയിൽ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത, ഇന്നത്തെ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത ഒരിതാണ്. അപ്പോൾ അത് നല്ല എക്സസൈസും ട്രെയിനിങ്ങും ഇന്നും നാളെയും കൂടി ഇവരെ കുടുംബം കൂടെ ട്രെയിനിങ് നടത്തി കഴിയുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കൈ ഉയർത്താനും ഒക്കെ പറ്റുന്ന ഇതിൽ ഏറ്റവും മോഡേണാണ്. ഇതിങ്ങനെ നമ്മൾ ഈ ടെലിഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ, നമ്മുടെ മൊബൈൽ ഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ ഇത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. കൊച്ചു വലുതാവുന്നതനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാകും. ഞാൻ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് ഇതിന്റെ ഒരു അപ്ഗ്രേഡേഷൻ വേണോ അപ്പം എല്ലാം അപ്ഗ്രേഡ് ചെയ്താണ്. 2 കൊല്ലം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞോ 4 വർഷം കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ ഈ സ്ഥാപനത്തെ ഹോപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കും. കുഞ്ഞല്ലേ, അത് വളരെ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടെ അത് ഭയങ്കര സന്തോഷമായി തീർച്ചയായിട്ടും. കാരണം ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൈ അവിടെ അമ്മയെന്ന് ചോദിച്ചൊരു കൊച്ചിന്റെ ചോദ്യമുണ്ട്. അതിൽ നമ്മളെല്ലാം തകർന്നു പോകും. ആ ചോദ്യത്തിനെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉത്തരം അത്രയേ ഉള്ളൂ. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവരത് ചെയ്യണമായിരുന്നു. കാരണം ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു പിഴവുണ്ടായി കഴിയുമ്പോൾ ആ പിഴവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട്, പിഴവ് പറ്റി, കൊച്ചിനാണ് പറ്റിയത്, നമ്മൾ ആ പിഴവ് പരിഹരിക്കാൻ ഏത് അറ്റം വരെ പോകണമെന്ന് വെച്ചാൽ ആ അറ്റം വരെ പോയി ചെയ്യുക. ഗവൺമെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ ഞാൻ വിചാരിച്ചൊരു വ്യക്തി ഞാനിത് ചെയ്യാന്ന് പറഞ്ഞപ്പോ എത്രയോ പേരാണ് എന്നെ വിളിച്ചത്. അത് സാറ് ചെയ്യേണ്ട, നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ് എന്തോരാളുണ്ട് ഈ നാട്ടിൽ സഹായിക്കാൻ പറ്റിയ നല്ല മനുഷ്യരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുക. ഗവൺമെന്റിന് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ പറയില്ല, 5 വർഷം കത്രിക വയറ്റിലേറ്റുകൊണ്ട് നടന്ന ഒരു സ്ത്രീ, അവരുടെ വേദന എന്തായിരുന്നു അറിയാം? 5 കൊല്ലക്കാലത്തെ വേദന. എന്നിട്ട് പിന്നീടാണ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുറത്തെടുത്തത്. ചെയ്തപ്പോ അകത്ത് പോയതാണ്. എന്നിട്ട് ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ പെയിനാണ്, അത് ഞങ്ങൾ തന്നെ സഹായിക്കുന്നത്. വളരെ സമരം ചെയ്ത് ഞാൻ 2-3 പ്രാവശ്യം അവരുടെ സമരത്തിന് പോയി. പിന്നെ എനിക്ക് തന്നെ കുറ്റബോധമായി. സമരം ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോരലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങളെ ഏറ്റെടുത്തെന്ന് പറഞ്ഞു ചികിത്സ സഹായം. ഗവൺമെന്റ് ഒന്ന് ചെയ്യണ്ടേ? ഞാൻ അതാണ് നിയമസഭയിൽ ചോദിച്ചത്. രാഷ്ട്രീയം അല്ലാതെ ഏത് ഗവൺമെന്റ് ആയാലും ഒരു മനസാക്ഷി വേണ്ടേ നമുക്ക്? ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ദുരന്തം പറ്റുമ്പോൾ പറ്റി അത് നടപടിയെടുക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അവരെ കൊണ്ട് പറ്റില്ല. താങ്ങാൻ പറ്റുമോ ഇത്? ഇങ്ങനത്തെ ഒരു ഇത്രയും പണമൊക്കെ അവരെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? ഒരു വീട് പോലും, സ്ഥലം പോലും, 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ്. അപ്പൊ അവർക്ക് നമുക്കൊന്നും സ്ഥലവും വാങ്ങിച്ചു കൊടുത്താൽ കൊച്ചിനൊരു സന്തോഷമായിട്ട് വീട് വേറെ ആൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലവും കൂടി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഇത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ